ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഏത് തരത്തിൽ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ റീച്ച് എല്ലാം ലഭിക്കുക? നിങ്ങളിപ്പോൾ പുതിയ ഒരു ചാനലെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല, ചെറിയ ഒരു ചാനലെല്ലാം ആണെങ്കിൽ തീർച്ചയായും ഈ ഒരു മെത്തേഡെല്ലാം യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ സാധാരണ ഒരുപാട് പേർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡയറക്റ്റായി പബ്ലിക്കാക്കി അപ്ലോഡ് ചെയ്യുക എന്നത്. വലിയ ചാനലുകൾക്ക് ഒരുപക്ഷെ ഇത് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ ചെറിയ ചാനലുകളെല്ലാമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഡയറക്റ്റ് പബ്ലിക്കായി അപ്ലോഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതല്ലാതെ നമുക്ക് എങ്ങനെയാണ് കറക്റ്റായ മെത്തേഡിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് കൂടി നോക്കാം. ഇതിനായി ഇപ്പോൾ ഞാൻ YT സ്റ്റുഡിയോയിൽ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ആഡ് സ്യൂട്ടബിലിറ്റി ക്വസ്റ്റ്യൻ എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഈ സബ്മിറ്റ് എല്ലാം കൊടുത്തതിന് ശേഷം അടുത്തൊരു പേജ് എന്ന് പറയുന്നത് വീഡിയോ എലമെൻറ്റ്സ് എന്ന പേജാണ്. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് എല്ലാം ചെയ്യുന്നതിന്, അതുപോലെ എൻഡ് സ്ക്രീൻ എല്ലാം കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. മറ്റൊരു പേജ് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം ഉണ്ടോ, അതുപോലെ ആഡ് സ്യൂട്ടബിലിറ്റി എല്ലാം കറക്റ്റാണോ, ഇതെല്ലാം തന്നെ ഇവിടെ കാണിക്കും. ഈ ഒരു ടിക്ക് മാർക്ക് എല്ലാം വരുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അതിനുശേഷമാണ് ഈ ലാസ്റ്റ് വിസിബിലിറ്റി എന്ന ടാബിൽ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കുക. അതായത് പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, പബ്ലിക്, ഇങ്ങനെ 3 ഓപ്ഷൻസ് എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചെറിയ ചാനലുകളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷനിൽ ഡയറക്റ്റായി നമ്മൾ പബ്ലിക്കായി ഇത് അപ്ലോഡ് ചെയ്യാതിരിക്കുക എന്നതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ഓൺലി യു ആൻഡ് പീപ്പിൾ യു ചൂസ് ക്യാൻ വാച്ച് യുവർ വീഡിയോ. അപ്പോൾ നമ്മൾ പ്രൈവറ്റായി ഷെയർ ചെയ്ത് കൊടുക്കുന്ന അവർക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇത് കാണാൻ സാധിക്കുക. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അൺലിസ്റ്റഡ് എന്ന ഓപ്ഷനാണ്. അൺലിസ്റ്റഡ് എന്നതിൽ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ അൺലിസ്റ്റഡ് ആയി ഇരിക്കുന്നിടത്തോളം കാലം ഈ ഒരു വീഡിയോ നമുക്കും, അതുപോലെ നമ്മൾ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നവർക്കും അവർക്ക് മാത്രമായെല്ലാമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇത് അൺലിസ്റ്റഡ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. സ്കെഡ്യൂൾ എന്നൊരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. ഈ ഒരു സ്കെഡ്യൂൾ ഓപ്ഷനെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ സ്കെഡ്യൂൾ എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കുറച്ച് മണിക്കൂറുകളെല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസത്തിലേക്ക് സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കറക്റ്റായ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ടൈറ്റിൽ, ഈ കാര്യമെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പേജിലെല്ലാം വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യമെല്ലാം കറക്റ്റായി കൊടുത്തത് കൊണ്ട് തന്നെ യൂട്യൂബ് അൽഗോരിതത്തിന് ഈ ഒരു വീഡിയോയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് ടൈം എല്ലാം കൊടുത്ത് ഇത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് റീച്ചിലേക്ക് എത്താനും, അതായത് യൂട്യൂബ് അൽഗോരിതം ഈ ഒരു വീഡിയോയെക്കുറിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് നല്ല ഓഡിയൻസിലേക്ക് എത്തുന്നതിന്, നല്ല റീച്ചിലേക്ക് എത്താനുമുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അതിനാൽ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് പബ്ലിക് ആക്കാതെ ഇതുപോലെ നമുക്ക് ഒരു ടൈം എല്ലാം കൊടുത്ത്, ഇപ്പോൾ ഞാൻ ഇവിടെ ഇന്നത്തെ ദിവസത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് സമയത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് സെറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ കൊടുക്കുന്നത് ഇപ്പോൾ 10 PM എന്നെല്ലാമാണ്. ഇത്തരത്തിൽ ഈ 10 PM എന്നെല്ലാം കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഡേറ്റും കറക്റ്റായി കൊടുക്കുക. ഇന്നത്തെ ഡേറ്റ് വേണമെങ്കിൽ ഇന്നത്തെ ഡേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഡേറ്റ് എല്ലാം ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അടുത്ത ദിവസത്തെ ഡേറ്റ്. ഇങ്ങനെ നിങ്ങൾക്ക് അടുത്ത ദിവസമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിലും ഈ ഒരു ഡേറ്റ് എല്ലാം ഇവിടെ കറക്റ്റായി സെറ്റ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ടൈം എല്ലാം തന്നെ ഈവനിങ്ങിലെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ YT സ്റ്റുഡിയോ അനലറ്റിക്സിലെല്ലാം പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ വ്യൂവർ ഏറ്റവും കൂടുതലായി അവർ ആക്റ്റീവായിരിക്കുന്ന സമയമെല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ആ ഒരു സമയമെല്ലാം നോക്കി നിങ്ങൾ ഇത് സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ, ഇപ്പോൾ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഇത് സ്കെഡ്യൂൾ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കായി ഇത് പബ്ലിഷ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഈ അപ്ലോഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സമയം നമ്മൾ ഓൺലൈനിൽ വേണമെന്ന ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായി നമ്മൾ സ്കെഡ്യൂൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇത് പബ്ലിഷ് ആവും. അപ്പോൾ ചെറിയ ചാനലുകളെല്ലാം അവരുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ ഈ ഒരു സ്കെഡ്യൂളെല്ലാം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ലോങ് വീഡിയോസിൻ്റെ കാര്യത്തിലാണ്. ഇവിടെ എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഷോർട്ട് വീഡിയോ എല്ലാമാണ്. എന്നാൽ ലോങ് വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ കൂടി ഇത്തരത്തിൽ സ്കെഡ്യൂൾ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം, ഇപ്പോൾ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സിന് ശേഷം ഇങ്ങനെയെല്ലാം സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ ഒരു മെത്തേഡെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റമെല്ലാം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്